ലോകം കീഴടക്കുകയാണ് ലോക. മലയാള സിനിമയുടെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ മുഖ്യവേഷത്തിലെത്തിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. 300 കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡും സ്വന്തമാക്കി മുന്നേറുന്ന ലോക ഔദ്യോഗികമായി റെക്കോർഡുകളുടെ രാജാവായി മാറിയിരിക്കുന്നു. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിം നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം 5ാം വാരത്തിലും 200-ലധികം സ്ക്രീനുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുന്ന സിനിമ 1,18,00,000-ലധികം പേരാണ് ആഗോളതലത്തിൽ ഇതിനോടകം കണ്ടത്. 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം പ്രേക്ഷകർ ആഗോളതലത്തിൽ കണ്ട മലയാള ചിത്രമായി മാറിയ ലോക കേരളത്തിലെ തിയേറ്ററിൽ മാത്രം ആദ്യമായി 50,000 ഷോകൾ പിന്നിടുന്ന ചിത്രമായി മാറി. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 120 കോടി രൂപയിലേറെ നേടിയെന്നാണ് കണക്ക്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്കു, ഹിന്ദി, കന്നഡ ഭാഷകളിലും വൻ വിജയം നേടുകയും വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 5 മില്യണിൽ കൂടുതൽ ടിക്കറ്റുകൾ ബുക്കിംഗ് ആപ്പുകൾ വഴി ബുക്ക് ചെയ്ത ചിത്രമെന്ന ഖ്യാതിയും ലോക സ്വന്തമാക്കിയിരിക്കുകയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു പുതിയ പരീക്ഷണമാണ് ലോക. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സിനിമയെ സ്വീകരിക്കുകയും ചെയ്തു. ഏകദേശം 35 കോടി രൂപ ബഡ്ജറ്റിൽ എടുത്ത സിനിമയാണ് ഇപ്പോൾ 300 കോടി കളക്ഷനിൽ എത്തി നിൽക്കുന്നത്. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ കഥാപാത്രമാണ് കല്യാണി ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടി ശാരീരികമായും വൈകാരികമായും നിറയെ മുന്നൊരുക്കങ്ങൾ കല്യാണി എടുത്തിരുന്നു. ലോക എന്ന ചിത്രത്തിനു വേണ്ടി മാത്രം കല്യാണി കായിക അഭ്യാസങ്ങളിൽ പരിശീലനം നേടിയിരുന്നു. ആ മുന്നൊരുക്കങ്ങൾക്ക് ഫലം കണ്ടു എന്ന് വ്യക്തമാകാൻ ഇതിലും വലിയ എന്ത് തെളിവുകളാണ് വേണ്ടത്? കല്യാണിയുടെ കരിയറിൽ തന്നെ വലിയ ഒരു നാഴികക്കല്ലാണ് ലോക ചാപ്റ്റർ 1. പല ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കല്യാണിയുടെ ഏറ്റവും വലിയ ഹിറ്റ് തന്നെയാണ് ലോക. ലോകയെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് ഇതൊരു സ്ത്രീ പ്രാധാന്യമുള്ള ചിത്രമാണ് എന്നതാണ്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ രചനയിലും ഒരു വലിയ പങ്ക് വഹിച്ചിരിക്കുന്നതും ഒരു സ്ത്രീയാണ്. ഡൊമിനിക് അരുണും ശാന്തി ബാലകൃഷ്ണനും ചേർന്നാണ് ലോക എന്ന ചിത്രം രചിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഗ്രാഫിക്സിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട് എന്നാണ് ചിത്രം കണ്ട ഏവരും അഭിപ്രായപ്പെടുന്നത്. ലോകയിൽ നസ്ലന്റെ വേഷത്തെക്കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. ലോക എന്ന ചിത്രം ഇത്രയും ഉയരത്തിൽ എത്തിയതിൽ താൻ വളരെ അധികം സന്തോഷിക്കുന്നുണ്ട് എന്ന താരം അടുത്തിടെ പറയുകയുണ്ടായി. സിനിമയിൽ നിന്നും ഉണ്ടാകുന്ന ലാഭത്തെക്കാൾ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് നിർമ്മിച്ച ഒരു സിനിമയാണ് ലോകയെന്ന് ദുൽഖറും കല്യാണിയും അഭിപ്രായപ്പെട്ട ചിത്രം ഉയരങ്ങൾ താണ്ടി നിൽക്കുമ്പോൾ അത് സിനിമയുടെ പിന്നണിയിലുള്ളവരുടെയും താരങ്ങളുടെയും മാത്രമുള്ള സന്തോഷമല്ല. പ്രേക്ഷകരും അവരെ ആവേശത്തോടെ സന്തോഷത്തോടെ പലവട്ടം തിയേറ്ററുകളിൽ ഈ ചിത്രം കണ്ട് കൈയടിക്കുന്നു. മലയാള സിനിമയ്ക്ക് ഇതൊരു അഭിമാന നിമിഷം അല്ലാതെ എന്താണ്?